ദേവേശ യേശുവര ജീവനെ നീയായിടിഞ്ഞു ജീവനറ്റ പാപികൾക്ക് നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. Book of Isaiah chapter 53 verses 7 and 8. യെശയ്യാപ്രവചന പുസ്തകം 53 അധ്യായം 7-8 വാക്യങ്ങൾ. യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. തന്നെത്താൻ താഴ്ത്തി വായ് തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നതിന് മുൻപാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ് തുറക്കാതെ ഇരുന്നു. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. ജീവനുള്ളവരുടെ ദേശത്തു നിന്ന് അവൻ ഛേദിക്കപ്പെട്ടു. എൻ്റെ ജനത്തിൻ്റെ അതിക്രമ നിമിത്തം അവന് ദണ്ഡനം വന്നുവെന്നും അവൻ്റെ തലമുറയിൽ ആരും വിചാരിച്ചു. ഇതൊരു പഴയ നിയമ ഭാഗമാണ്. ഈ ഭാഗത്തിൻ്റെ പൂർത്തീകരണം ഒരു സൈറ്റേഷനായിട്ട് ഇഫ് യു റീഡ് ആക്ട്സ് ചാപ്റ്റർ 8 വേഴ്സ് 32-35 അവിടെ നിന്ന് കാണാവുന്നതാണ്. ടേക്കൺ ഫ്രം ബുക്ക് ഓഫ് ഐസിയ ചാപ്റ്റർ 53. In the book of Acts chapter 8 32-35 you find it as the same passage as a citation, as a fulfillment of the prophecy of prophet Isaiah. It is very clear that it is about the passion, the suffering and the death of our Lord Jesus Christ on the cross. അതാണ് നമ്മളിന്ന് ആഘോഷിക്കുന്നത്. ദുഃഖവെള്ളിയാഴ്ച എന്ന് നാം വിളിക്കുന്നു. ദുഃഖവെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ അത് സാഡ് ഫ്രൈഡേ എന്നുമാണ് പറയേണ്ടത്. ഫ്രൈഡേ ഓഫ് സോറോ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷൻ വന്നിരിക്കുന്നത് സാഡ് ഫ്രൈഡേ അല്ലെങ്കിൽ ഫ്രൈഡേ ഓഫ് സോറോ എന്നല്ല, പിന്നെയോ ഗുഡ് ഫ്രൈഡേ എന്നാണ്, നല്ല വെള്ളിയാഴ്ച എന്നാണ്. ദ ഗ്രേറ്റ് ഫ്രൈഡേ എന്നും നമ്മുടെ പിതാക്കന്മാർ, പൗരസ്ത്യ പിതാക്കന്മാർ ഗ്രേറ്റ് ഫ്രൈഡേ എന്ന് വിളിക്കുന്നു, വലിയ വെള്ളിയാഴ്ച എന്ന് വിളിക്കുന്നു. എങ്ങനെയോ ദുഃഖ വെള്ളിയാഴ്ച എന്നുള്ള പേര് മലയാളത്തിൽ വന്നു, അത് നമ്മൾ ഏറ്റുചൊല്ലുന്നു. പക്ഷേ വലിയ വെള്ളിയാഴ്ച എന്ന പേരാണ് കൂടുതൽ വിളിക്കുന്നത്, അല്ലെങ്കിൽ നല്ല വെള്ളിയാഴ്ച എന്ന പേര് വിളിക്കാറുണ്ട്. ബിക്കോസ് ദിസ് ഡേ ഈസ് എ ഡേ ഓഫ് സാൽവേഷൻ, ദ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് സാൽവേഷൻ. അതാണ് പ്രധാനപ്പെട്ട കാരണം. രക്ഷയുടെ ഒരു പൂർത്തീകരണം സംഭവിക്കുന്നു എന്നതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഇഷ്ടം പോലെ പേര്. പക്ഷേ ദ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ് ഈസ് യുണീക്ക്. അതിനൊരു പ്രത്യേകതയുണ്ട്, ഒരു അതുല്യതയുണ്ട്. എന്താണ് ആ അതുല്യത? ആ അതുല്യത, ഇറ്റ് ഈസ് നോട്ട് ഫോർ ഹിം, ഇറ്റ് ഈസ് ഫോർ ദ ഹോൾ വേൾഡ്. അദ്ദേഹത്തിന് വേണ്ടിയല്ല. ഇറ്റ് ഈസ് എ വിൽ ഓഫ് ഗോഡ് ദ ഫാദർ that he has sent his only begotten son to this world for the salvation of the whole world. നമ്മൾ 3 നോയമ്പുകൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും പ്രത്യേക നാമത്തിൽ അനുഷ്ഠിക്കാറുണ്ട്. ദ ഫാസ്റ്റിംഗ് സീസൺ ബിഫോർ ക്രിസ്മസ് നമ്മളവിടെ ആചരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ജനനമാണ്. പക്ഷേ ദർ ദ ഗ്രാറ്റിറ്റ്യൂഡ്സ്, താങ്ക്സ് ഗിവിങ് ഗോസ് ടു ഗോഡ് ദ ഫാദർ. പിതാവിനാണ് പ്രാധാന്യം കൂടുതൽ അവിടെ കൊടുക്കുന്നത്, നന്ദി കൊടുക്കുന്നത്. കാരണം ഗോഡ് ദ ഫാദർ സെൻറ്റ് ഹിസ് ഓൺലി ബിഗോട്ടൺ സൺ ടു ദിസ് വേൾഡ്. ലോകത്തിലേക്ക് പുത്രനെ അയച്ചു, അത് രക്ഷയ്ക്ക് വേണ്ടിയാണ്. അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തൻ്റെ മകനെ
ലോകത്തിന് കൊടുക്കുകയാണ്. ലോകം രക്ഷ പ്രാപിക്കട്ടെ, തൻ്റെ സൃഷ്ടി മുഴുവൻ രക്ഷ പ്രാപിക്കട്ടെ എന്ന് വിചാരിച്ച്. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. അതുകൊണ്ട് ക്രിസ്മസിന് മുമ്പുള്ള സ്നേഹം, നോമ്പ്, നാം പിതാവാൻ ദൈവത്തിന് നന്ദി കൊടുക്കുന്ന ഒരു ഡൊമിനിക്കൽ ഫാസ്റ്റാണ്. ഡൊമിനിക്കൽ ഫാസ്റ്റ്. ഡോമിനുസ് ഇൻ ലാറ്റിൻ ഈസ് ലോർഡ്. നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചാണ് ഡോമിനുസ്. ലാറ്റിൻ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ അവർ ഡോമിനുസ് വോബിസ്കും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ സമാധാനം, ദൈവസമാധാനം നിങ്ങളോട് കൂടെ, ദൈവം നിങ്ങളോടുകൂടെ എന്നാണ് അതിൻ്റെ അർത്ഥം. മേ ഗോഡ് ബി വിത്ത് യു എന്നാണ്. ദൈവം നിങ്ങളോട് എല്ലാവരോടും ഒപ്പമുണ്ട്. സോ അതിൽ നിന്നാണ് ഡൊമിനിക്ക എന്ന് വരുന്നത്. ഡൊമിനിക്ക ഈ സൺഡേ, ലോർഡ്സ് ഡേ. ഡൊമിനിക്ക ഈ സൺഡേ, ലോർഡ്സ് ഡേ. ഡൊമിനിക്കൽ ഫാസ്റ്റ് മീൻസ് ഫാസ്റ്റ് കണക്റ്റഡ് വിത്ത് ലോർഡ്സ്. ഏതാണ് അതിലൊന്നാമത്തതാണ് ഞാൻ പറഞ്ഞത്, പിതാവാൻ ദൈവത്തിന് നന്ദി പറയുന്നത്. രണ്ടാമത്തെ നോമ്പ് ഇതാണ്, നമ്മളിപ്പോൾ അനുഷ്ഠിച്ച വലിയ നോമ്പ്, ദ ഗ്രേറ്റ് ലെൻഡ്. There we give thanks and gratitude to glorify God the Son. In order to glorifying the Son of God, the one who came down from heaven, one who descended from heaven in order to save the world. ലോകത്തെ മുഴുവൻ രക്ഷിക്കുവാനായി ലോകത്തിലേക്ക് വന്ന പുത്രനാം ദൈവത്തോട് നാം നന്ദി പറയുന്ന, നന്ദി കാണിക്കുന്ന ഒരു വലിയ നോമ്പാണ്. നമ്മുടെയൊക്കെ ജീവിതത്തോട് ബന്ധപ്പെട്ട് നിന്ന ഒരാളാണ് ക്രിസ്തു. പിതാവ് ഇച്ചിരി അകലെയാണ്, നമുക്ക് കാണാനായിട്ട് കിട്ടിയിട്ടില്ലല്ലോ. പിതാവിനെ നാം കാണുന്നത് പുത്രനിലൂടെയാണ്. വി സീ ഗോഡ് ദ ഫാദർ ത്രൂ ഹിസ് സൺ എന്നുള്ളതാണ് നാം പറയുന്നത്. ഗോഡ് ഈസ് ഓൾവേസ് റിമോട്ട്, ഹി ഈസ് ട്രാൻസെൻഡന്റ്, ബട്ട് ദ ട്രാൻസെൻഡന്റ് ഗോഡ് ഈസ് നിയർ ടു അസ് ത്രൂ ഹിസ് സൺ. തൻ്റെ പുത്രനിലൂടെ നമ്മുടെ അടുത്ത് ദൈവം വന്നു എന്നാണ് നാം പറയുന്നത്. ദെയർ വി ഗ്ലോറിഫൈ ഗോഡ് ദ സൺ ബൈ ഒബ്സർവിങ് ദ ഗ്രേറ്റ് ലെൻഡ്. 50 ദിവസമൊക്കെ എല്ലാവരും നോമ്പ് നോറ്റ് കാണും. നോമ്പ് നോറ്റായിരുന്നല്ലേ? എല്ലാവരും നോമ്പ് അനുഷ്ഠിച്ചാണെന്നാണ് വിചാരിക്കുന്നത്. ഓർത്തഡോക്സുകാർ ആ കാര്യത്തിൽ മിടുക്കരാണ്. അവർ ബാക്കി ഏത് നോമ്പ് വിട്ടാലും വലിയ നോമ്പ് വിടുകയല്ല എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. പിന്നെ ചില കളിപ്പീരുകാരൊക്കെ കാണുമായിരിക്കും, വളരെ ചുരുക്കം ചില കളിപ്പീരുകാർ. അതും ചിലരുണ്ട്, ഒന്നാമത്തെ ആഴ്ചയിൽ നോമ്പ് നോക്കാം, പിന്നെ ബാക്കിയുള്ള 5 ആഴ്ച വേണ്ട, പിന്നെ ആഴ്ച നോക്കാം. അങ്ങനെയുള്ളവരും ഉണ്ട്, നമ്മുടെ ഇടയിൽ കാണുമായിരിക്കും ഇഷ്ടം പോലെ പേര്. പിന്നെ ബുധനും വെള്ളിയും നോമ്പ് നോക്കാം, ബാക്കി ദിവസം വേണ്ട എന്ന് പറയുന്നവർ കാണും. പിന്നെ നോമ്പ് നോക്കരുതാത്തൊരു ദിവസമുണ്ട്, ശനിയാഴ്ച, എന്നാൽ അന്ന് നോക്കാം, എനിക്ക് ശനിയാഴ്ച നോമ്പാണ് എന്ന് പറയുന്നവർ കാണും. അങ്ങനെ പല നോമ്പുകാരുണ്ട്. പിന്നെ ഹൈന്ദവരുടെ ഇടയിലാണെങ്കിൽ തിങ്കളാഴ്ച വ്രതമുണ്ട്, അത് വേറെ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇങ്ങനെയൊക്കെ പല നോമ്പുകളുണ്ട്. പക്ഷേ the Orthodox Christians, they observe, they practice great Lent vehemently, seriously, in order to glorify God the Son who is very near to them എന്നുള്ളതാണ്. എന്നെ തൊടുന്നത് കർത്താവാണ്, എന്നെ തൊടുന്നത് കർത്താവാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് രക്ഷ നൽകിയത് കർത്താവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ നോമ്പിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. There is another Lent, third one. It is in order to glorify God the Holy Spirit. അത് പക്ഷേ നമ്മളെ അറിയത്തു പോലുമില്ല, അതങ്ങ് പോവും. അത് സന്യാസിമാർക്കും അച്ഛന്മാർക്കൊക്കെ മാത്രം ഉള്ളതാണെന്നാണ് ക്രിസ്ത്യാനികളുടെ പൊതുധാരണ. ദ 13 days ഫാസ്റ്റിംഗ്, 13 നോമ്പ്, അത് സ്ലീഹന്മാരുടെ പേരിലാണ് ഓടുന്നത്. 12 സ്ലീഹന്മാരും അപ്പോസ്തലനായ പൗലോസും. അങ്ങനെ 13 നോമ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു നോമ്പുണ്ട്. ഇറ്റ് ഈസ് നോട്ട് സ്ലീഹാ നോമ്പെന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഫോർ ഗീവിങ് താങ്ക്സ് ടു ദി അപ്പോസ്റ്റൽസ്, ഇറ്റ് ഈസ് ഫോർ ഗീവിങ് താങ്ക്സ് ടു ഗോഡ് ദ ഹോളി സ്പിരിറ്റ്. വൈ? പരിശുദ്ധ റൂഹ അവരുടെ മേൽ ആവസിച്ചാണ് അവർ ലോകം മുഴുവനും പോയി സുവിശേഷം അറിയിച്ചത്. നമ്മൾ പഠിക്കുന്ന കാര്യമില്ലേ പെന്തക്കോസിയുടെ അനുഭവം. പെന്തക്കോസി അത് നമ്മളാണ് 13 ദിവസം ആക്കിയത്. പിന്നെ വേറെ ചിലരൊക്കെ അത് 3 ദിവസമൊക്കെ ആക്കിയിട്ടുണ്ട്, വീണ്ടും കുറച്ചിട്ടുണ്ട്. എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ്
ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രധാന താല്പര്യം. പഴയ പാരമ്പര്യം അനുസരിച്ച് ഫ്രം ദ ഡേ ഓഫ് ദ ഫീസ്റ്റ് ഓഫ് പെന്തക്കോസ്റ്റ് ദ സ്ലീഹ നോമ്പ് സ്റ്റാർട്ട്സ് ടിൽ ദ ഫീസ്റ്റ് ഓഫ് ദി അപ്പോസൽസ്. അപ്പോസലന്മാരുടെ ഫീസ്റ്റ് ഡേ വരെ ആ നോമ്പ് ഇങ്ങനെ പോകും. അത് ചിലപ്പോൾ 40 ആകാം, 30 ആകാം, 15 ആകാം, കുറഞ്ഞൊക്കെ വരാം. കാരണം ഇറ്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ the day of the feast of Pentecost and the feast of the apostles. June 29th is a fixed day. പക്ഷേ Pentecost is not a fixed day. It is a Sunday. that comes after 50 days of Easter. അപ്പോൾ അത് ദിവസം നിശ്ചയിക്കാനൊക്കെയല്ല, ഏത് ഞായറാഴ്ച വെറുതെ നമുക്ക് നിശ്ചയിക്കാനൊക്കെയല്ല. ദി അതർ ഡേ ഈസ് ഫിക്സ്ഡ്. ഏതാണ്? അപ്പോസ്തലന്മാരുടെ ഫീസ്റ്റ് ഡേ ഫിക്സ് ചെയ്തിരിക്കുന്നതാണ്. ജൂൺ 29th and 30th. June 29th is the feast day of St. Peter and St. Paul. June 30th is the feast day of all the apostles. അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് എത്ര ഡേയ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാനൊക്കെയല്ല. മാക്സിമം ഈസ് 40 days. ഇറ്റ് കംസ് ടു 13. നമ്മൾ ഏറ്റവും മിനിമത്തിൽ കയറി പിടിച്ച് അങ്ങനെയാണ് ഈ 13 ദിവസം വന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് ഇൻ ഓർഡർ ടു ഗ്ലോറിഫൈ ഗോഡ് ദ ഹോളി സ്പിരിറ്റ്. Because God the Holy Spirit is the one who inspires the apostles and He is the one who inspires us also. നമ്മയും ഇൻസ്പയർ ചെയ്ത ആളാണ്. നമുക്കെല്ലാവർക്കും ശ്വാസം ഉണ്ടെന്നാണ് എൻ്റെ വിചാരം. ശ്വാസമുണ്ടോ? ഇവിടെ ഇരിക്കുന്നതെല്ലാം കണ്ടോ, ഒരാൾ വലുതായിട്ട് വായിക്കോട്ടോ എടുത്തു, വലിയ ശ്വാസമാണത്. ശ്വാസമുണ്ട്, നമുക്കെല്ലാവർക്കും ശ്വാസമുണ്ട്. ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. ആത്മാവ് ഇല്ലാതായി കഴിഞ്ഞാൽ then everything will be stopped. അങ്ങനെയാണ്. വലിയ ശ്വാസമുള്ളവരാണ്. ദൈവം നമ്മിൽ ശ്വാസമൂതി നൽകി. അത് പരിശുദ്ധ റൂഹായാണ്. ആ പരിശുദ്ധ റൂഹായ നമ്മിൽ ഉള്ളിടത്തോളം കാലം, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ ഉള്ളിടത്തോളം കാലം നാം ഇങ്ങനെ ശ്വസിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ നിയോഗം. അതുകൊണ്ടാണ് പരിശുദ്ധ റൂഹായ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ കാരണവും. അതുകൊണ്ടാണ് സ്ലീഹാ നോമ്പ് ആചരിക്കണമെന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. മറ്റ് 2 നോമ്പുകൾ കൂടിയുണ്ട്. ദേ ആർ നോട്ട് ഡൊമിനിക്കൽ ഫാസ്റ്റ്, ദേ ആർ റിലേറ്റഡ് ടു ഹോളി വിർജിൻ മേരി ആൻഡ് ദ ഫാസ്റ്റ് ഓഫ് റിപ്പൻറ്റൻസ്, നിനിവേ നോമ്പ്. അത് വേറെ 2 ലെവലിൽ പോകുന്നതാണ്. എന്നാൽ ഈ 3 നോമ്പുകൾ, വൺ ടു ഗോഡ് ദ ഫാദർ, സെക്കൻഡ് ടു ഗോഡ് ദ സൺ ആൻഡ് ദ തേർഡ് വൺ ടു ഗോഡ് ദ ഹോളി സ്പിരിറ്റ്. ഫാദർ, സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്, വൺ ട്രൂ ഗോഡ് എന്ന് വിളിക്കുന്ന ദൈവമക്കൾ ശരിയായി അനുഷ്ഠിച്ച് രക്ഷയുടെ പൂർണ്ണതയിലേക്ക് എത്തേണ്ട 3 നോമ്പുകളാണത് എന്ന് ഞാൻ പ്രധാനമായിട്ട് ഓർപ്പിച്ചോട്ടെ. ഈ സെക്കൻഡ് നോമ്പിൽ നാം കാണുന്ന കാഴ്ച പ്രധാനമായും രക്ഷയാണ്. സാൽവേഷൻ, റിഡംഷൻ. വി ആർ റിഡീംഡ്, വി ആർ സേവ്ഡ് ബൈ അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. രക്ഷയാണ്, സാൽവേഷനാണ്. ഇവിടെ കാണുന്ന മറ്റൊരു കാഴ്ച, ഇവിടെ തിന്മ കൊല്ലപ്പെടുന്നു, നന്മ ജയിക്കുന്നു. തിന്മ കൊല്ലപ്പെടുന്നു, നന്മ ജയിക്കുന്നു. നമ്മുടെ ആഗ്രഹം അതല്ലേ? അതാണോ അല്ലയോ? ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ എപ്പോഴും ആഗ്രഹിക്കേണ്ടത് അത് തന്നെയാണ്. ഈവിൾ ഷുഡ് ബി കിൽഡ് ആൻഡ് ദ ഗുഡ്നെസ് വിൽ ബി ഹൈലൈറ്റഡ്, എൻലൈറ്റൻഡ്. ഇങ്ങനെ നിൽക്കണം, ഗുഡ്നെസ് ഇങ്ങനെ നിന്നുകൊണ്ട് പോകണം. എപ്പോഴും നമ്മോടൊപ്പം യാത്ര ചെയ്യേണ്ട ഒന്നാണ് ഗുഡ്നെസ്. നന്മ തുടരണം, നന്മ തുടരണം. കർത്താവിൻ്റെ ക്രൂശീകരണം തിന്മയുടെ അന്ത്യവും നന്മയുടെ ഉദ്ദീപനവുമാണ് എന്ന് നാം മനസ്സിലാക്കണം. നന്മ ഹാസ് നോ ലിമിറ്റ്. നന്മയ്ക്ക് ലിമിറ്റില്ല. നന്മ ഹാസ് നോ ലിമിറ്റ്. നമ്മൾ പക്ഷേ ലിമിറ്റ് വെക്കാറുണ്ട് നന്മയ്ക്ക്. ഇപ്പോൾ ദുഃഖ വെള്ളിയാഴ്ച രാവിലെ 7 മണി മുതൽ, ഇവിടെ 7:30 7:30 മണി മുതൽ തീരുന്ന സമയം വരെ എല്ലാവരും നന്മയിലാണ്. എവരിബഡി ഈസ് ഇൻ നന്മ. ലിമിറ്റില്ലാത്ത നന്മയാണ്. ഏറ്റവും മനോഹരമായി ആരാധനയിൽ സംബന്ധിക്കുന്ന ഒരു ദിവസമാണ് എന്നാ വലിയ വെള്ളിയാഴ്ച. ഇത്ര മനോഹരമായിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് പാടുന്നത് നിങ്ങൾ വേറെ ഏതെങ്കിലും ദിവസം കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ബാക്കി ദിവസം കൊയറിന് വിട്ടുകൊടുക്കും. പക്ഷേ ദുഃഖ വെള്ളിയാഴ്ച ഞാൻ കുഞ്ഞുങ്ങൾ വരെ ശ്രദ്ധിക്കുമായിരുന്നു. അവർക്ക് എല്ലാം അറിയത്തില്ലെങ്കിൽ പോലും അവർ ചില പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു.
നാഥാതേ സ്തുതിയും. അവർ മറക്കത്തില്ല അത് ഇംഗ്ലീഷിലായാലും സുറിയാനി ആയാലും. എനിക്ക് വളരെ അതിശയമാണ്, ഇവിടെ ബ്രിസ്ബെയിനിലെ കുഞ്ഞുങ്ങൾ പോലും സുറിയാനി പാടുന്നു. സുറിയാനി ആയാലും മലയാളം ആയാലും ഏത് ഭാഷയിലായാലും കൃത്യമായിട്ട് അവരത് പാടുന്നുണ്ട്. ബാക്കി ഏതോ നമ്മൾ വായിൽ കമ്പിട്ട് കുത്തിയാൽ പോലും അനങ്ങാതെ നിൽക്കുന്ന ആളുകൾ വേറെ ദിവസങ്ങളിൽ ദേവാലയങ്ങളിലുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ നന്മയാണ് നാം ഈ ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെ ദൈവാരാധന കൃത്യമായി നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ബാക്കി എല്ലാ ദിവസങ്ങളിലും പള്ളിയിൽ പോയില്ലെങ്കിലും എന്തു പോകും? ദുഃഖവെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്. ഈ നന്മ നിലനിർത്തണമെന്ന ആഗ്രഹമാണ്. പക്ഷേ നന്മ വിൽ ബി സ്റ്റോപ്പിംഗ് ആഫ്റ്റർ ദ സർവീസ്. അവിടെയാണ് പ്രശ്നം. നമ്മുടെയൊക്കെ കാര്യത്തിൽ സംഭവിക്കുന്നത് അതാണ്. നന്മ ഹാസ് നോ ലിമിറ്റ് എന്ന് പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്നിടത്ത് നന്മയ്ക്ക് സ്റ്റോപ്പിടും. ഈ ചില രാഷ്ട്രീയ നേതാക്കന്മാരും അല്ല നമ്മളും ഒക്കെ ചിലപ്പോൾ പറയാറുണ്ട്, ഇപ്പം നോമ്പാ, ഒന്ന് കഴിയട്ട്, ഞാൻ ശരിയാക്കി തരാം. നിങ്ങൾ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. ഒരു രാഷ്ട്രീയ നേതാവ് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. എനിക്കിത് 50 നോമ്പാണ്, അതുകൊണ്ട് ഞാൻ ഇപ്പം മറുപടി പറയുന്നില്ല, ഇതിൻ്റെ മറുപടി നോമ്പൊന്ന് കഴിയട്ടെ എന്ന് പറഞ്ഞാൽ നന്മയില്ല അവിടെ. പക്ഷെ നന്മ ഉണ്ടെന്ന് ഇങ്ങനെ കാണിക്കുകയാണ്. തിന്മയെല്ലാം കൂടെ അകത്തിങ്ങനെ നിറച്ച് വെച്ചിരിക്കുകയാണ്. അതൊന്ന് പൊട്ടിപ്പുറപ്പെടാൻ വേണ്ടി നോമ്പൊന്ന് കഴിയട്ടെ, അങ്ങനെയാണ് പറയുന്നത്. നമ്മളും ഏകദേശം അതുപോലെ. മനുഷ്യ, എനിക്ക് പ്രാർത്ഥനയാണെന്നറിയാമല്ലോ, മിണ്ടിപ്പോകരുത്, പ്രാർത്ഥനയൊന്ന് കഴിഞ്ഞോട്ടെ, ഞാനിപ്പോൾ ശരിയാക്കി തരാം. അങ്ങനെ പറയുന്ന ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, ഈ പറയുന്ന ഞാനുൾപ്പെടെ. നന്മ ഹാസ് നോ ലിമിറ്റ്. നന്മയ്ക്ക് ലിമിറ്റ് വെക്കരുത്. നന്മയ്ക്ക് ലിമിറ്റ് വെച്ചാൽ വി വിൽ ഫോൾ ഇൻ ടു ഈവിൾ. തിന്മയ്ക്കകത്തേക്ക് വീഴും. അതുകൊണ്ട് നന്മയിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ദൈവമക്കളായി മാറണമെന്ന് നമ്മുടെ കർത്താവ് നമ്മെ പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമാണ്. നന്മയ്ക്ക് ലിമിറ്റ് വെച്ചാൽ വി ആർ ഫിക്സിങ് എ ബൗണ്ടറി ടു അവർ സാൽവേഷൻ. നോട്ട് ഓൺലി അവർ സാൽവേഷൻ, ടു ദ സാൽവേഷൻ ഓഫ് അതേഴ്സ് ടു. മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് നമ്മൾ തടസ്സം നിൽക്കുകയാണ്. നമ്മുടെ രക്ഷയ്ക്ക് നാം തടസ്സം നിൽക്കുന്നു, അതേസമയം തന്നെ മറ്റുള്ളവരുടെ രക്ഷയ്ക്കും നാം തടസ്സം നിൽക്കുന്നു. വി പുട്ട് an obstacle there for our salvation, for the salvation of others. ഈ ചില അച്ഛന്മാർ ചില പള്ളിയിൽ വരുമ്പോഴേ ചില ആളുകൾ പള്ളിയിൽ പോവുകയല്ല, ചില തിരുമേനിമാർ ചെല്ലുമ്പോഴും പോകത്തില്ല. ഇങ്ങേര് പോയിട്ടേ ഞാൻ ഇനി പള്ളിയിലോട്ട് കയറത്തോളൂ അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. ഇവിടെ ബ്രിസ്ബെയിനിലല്ല, നിങ്ങളുടെ ലിജുഷൻ നല്ലൊരു അച്ഛനാണെന്നാണ് നിങ്ങൾ പൊതുവേ സാക്ഷ്യപ്പെടുത്തുന്നത്. നാട്ടിലൊക്കെ കാണുന്ന കാഴ്ചയാണ്. ഇങ്ങേര് മാറിയതിന് ശേഷമേ ഞാൻ പോവുള്ളൂ, ഇല്ലേ? അങ്ങനെ പറയുന്ന ചില ആളുകളുണ്ട്. അച്ഛൻ്റെ മോന്തയ്ക്ക് നോക്കിയാൽ പിന്നെ കുർബാന കൊള്ളത്തില്ല. അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. ദാറ്റ് മീൻസ് ഫോർ ദം അച്ഛൻ ഈസ് an obstacle for their salvation. തിരുമേനി is an obstacle for their salvation. തിരുമേനി is making hurdle to their salvation. അവരുടെ രക്ഷയ്ക്ക് തടസ്സം നിൽക്കുകയാണ്. ഇത് അച്ഛന്മാരുടെ തിരുമേനിമാരുടെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതുപോലെ തന്നെ താഴെ ഇരിക്കുന്നവരെ കുറിച്ചുമുണ്ട്. അവളുള്ള കാലത്തോളം ഞാൻ ആ പള്ളിക്ക് പോവുകയല്ല, അങ്ങനെ പറയുന്നവരുണ്ട്. അവനുള്ള കാലത്തോളം ഞാൻ ആ പള്ളി പോവുകയല്ല, ഞാൻ ആ പള്ളി ചേരുകയില്ല, അഥവാ ചേർന്നാലും ഞാൻ പോവുകയാണ്. കാരണം ആ സാധനം അവിടെ നിൽപ്പുണ്ട്. അതാണ് പറയുന്നത്. ഞാൻ നമ്മുടെ ലാംഗ്വേജാണ് ഉപയോഗിക്കുന്നത്, നമ്മൾ പറയുന്ന ലാംഗ്വേജാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്നുണ്ട്. ആ തിരുമുഖം എനിക്ക് കാണുകയേ വേണ്ട. കാരണം ഈ തിരുമുഖം എന്നെ നശിപ്പിക്കും എന്നൊരു ധാരണയാണ്. That means we are making obstacles to salvation. രക്ഷയുടെ തടസ്സം ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും ശ്രദ്ധിച്ചോളണം. എൻ്റെ കാരണം കൊണ്ട് ആരുടെയെങ്കിലും രക്ഷയ്ക്ക് തടസ്സമുണ്ടാകുന്നുണ്ടോ? അത് പരിശോധിക്കുന്ന ദിവസമാണ് വലിയ വെള്ളിയാഴ്ച ദിവസം. ഞാൻ കാരണത്താൽ ആരെങ്കിലും പള്ളിയിൽ പോകാതെ ഉണ്ടോ? അപ്പനും അമ്മയും പ്രത്യേകം ശ്രദ്ധിച്ചോണം. കുഞ്ഞുങ്ങൾ പള്ളിയിൽ വരാത്തതിൻ്റെ കാരണം എന്താണ്? എല്ലാവരും അച്ഛന്മാരെ ചീത്ത വിളിക്കും, അച്ഛൻ പറയാഞ്ഞിട്ടാണ്. അതാണോ? അപ്പനും അമ്മയും സ്വയം ചിന്തിച്ചോണം. ഈസ് ഇറ്റ് ബിക്കോസ് ഓഫ് മീ ദാറ്റ് മൈ ചൈൽഡ് ഈസ് നോട്ട് ഗോയിങ് ടു ദ ചർച്ച്?
പരിശോധിക്കേണ്ടതാണ്. വി ഷുഡ് നോട്ട് മേക്ക് എനി ഓബ്സ്റ്റക്കിൾസ് ടു അവർ ചിൽഡ്രൻ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു തടസ്സമായി നാം നിൽക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വഴി തുറന്നിട്ട് കൊടുക്കണം. രക്ഷയിലേക്ക് യാത്രയ്ക്ക്, രക്ഷയുടെ യാത്രയ്ക്ക് അവർക്ക് വഴി തുറന്ന് ഇട്ട് കൊടുക്കും. വി ഷുഡ് ഓപ്പൺ ദ ഡോർ ഓഫ് സാൽവേഷൻ. ഞാൻ ഇന്നലെ കാല് കഴിയുന്നതിന് മുമ്പ് പറഞ്ഞായിരുന്നല്ലോ, വി ആർ ഡൂയിങ് ദ സർവീസ് അറ്റ് ദ ഹാർബർ. ഹാർബറിനവിടെ ഒരു ഡോറുണ്ട്. ജസ്റ്റ് ഓപ്പൺ ദ ഡോർ, ജസ്റ്റ് ഓപ്പൺ ദ ഡോർ. എനിക്ക് ഇവിടെ ബ്രിസ്ബൻ പള്ളി വരുമ്പോൾ സാധാരണ പള്ളി കാണാത്തോണം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പുഷ് പുള്ള്, നിങ്ങളുടെ വാതിൽ. ഞാൻ ഈ പുഷും പുള്ളും ശ്രദ്ധിക്കാതെ ചിലപ്പം ഒറ്റപ്പെടുത്തുക, പിടിക്കുമ്പോൾ തുറക്കത്തില്ല. ചില സമയത്ത് എനിക്ക് തടസ്സമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വേറെ സമയത്ത് പിന്നെ അടുത്ത് വരുന്ന നമ്മുടെ ബെന്നറ്റും എൽദോയും ഒക്കെ തിരുമേനി അത് പുഷാണ്, അത് പുള്ളാണെന്നൊക്കെ പറഞ്ഞാണ് എന്നെ അകത്തേക്ക് കയറ്റി വിടുന്നത്. ജസ്റ്റ് ഹെൽപ്പ് ദി അതേഴ്സ് ടു കം ഇൻസൈഡ്. വി നീഡ് ടു ഹെൽപ്പ് അതേഴ്സ് ടു കം ഇൻസൈഡ്. മറ്റുള്ളവരെ അകത്തേക്ക് വരുവാൻ നാം വാതിൽ തുറന്നു കൊടുക്കണം. മറ്റുള്ളവർ രക്ഷയിലേക്ക് വരുവാൻ. കർത്താവായ യേശു തമ്പുരാന് സ്വർഗത്തിലിരുന്നു കൊണ്ട് ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, ഈ ലോകം മുഴുവനും രക്ഷിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ രക്ഷയൊക്കെ ഉണ്ടാകുമായിരുന്നു. പക്ഷേ അതല്ല ഇവിടുത്തെ രക്ഷ. അതിന് പിന്നിലൊരു ശ്രമം ആവശ്യമാണ്. അതിന് പിന്നിൽ ഒരു സാക്രിഫൈസ് ആവശ്യമാണ്. A sacrifice is needed to open the salvation for others. മറ്റുള്ളവർക്ക് രക്ഷ കൊടുക്കുവാനായിട്ട് അത്യാവശ്യം ഒരു ത്യാഗം, ഒരു യാഗം ഉണ്ടാകണം. നമുക്ക് മനസ്സിലാകാത്ത വാക്കുകൾ മനസ്സിലാകും, പക്ഷേ താരതമ്യം മനസ്സിലാകാത്ത രണ്ട് വാക്കുകളുണ്ട്, റിനൗൺസ് ആൻഡ് റിജോയ്സ്. ഇത് രണ്ടും കൂടെ ചേർത്ത് വെക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? റിനൗൺസ് ആൻഡ് റിജോയ്സ് പറ്റുമോ മക്കളെ? കണ്ട നോട്ടം കണ്ടില്ലേ, തിരുമേനിക്ക് പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. റിനൗൺസ് ആൻഡ് റിജോയ്സ്, ത്യജിക്കുക, സന്തോഷിക്കുക. സെന്റ് പീറ്റർ ഇൻ ദ ഫസ്റ്റ് എപ്പിസിൽ വളരെ ഭംഗിയായി അത് പറയുന്നുണ്ട്. ചാപ്റ്റർ 5 അവിടെ പറയുന്നുണ്ട്, കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കുചേരുന്തോറും സന്തോഷിക്കുക. Whenever you participate yourself in the suffering of our Lord Jesus Christ, enjoy. ഇതാ പറഞ്ഞിരിക്കുന്നത്, you enjoy whenever you participate in the suffering of our Lord Jesus Christ. രണ്ടുകൂടെ ചേരും. കർത്താവ് ചേർത്തു. റിനൗൺസിങ് ആൻഡ് റിജോയ്സിങ് കർത്താവ് കാൽവരി ക്രൂശിലൂടെ ചേർത്തതാണ്. യേശു തമ്പുരാൻ ക്രൂശിലൂടെ ചേർത്ത് തന്ന രണ്ട് വാക്കുകളാണ് റിനൗൺസിങ് ആൻഡ് റിജോയ്സിങ്. അവിടെയാണ് നന്മയുടെ ലിമിറ്റില്ലാത്ത ഒരു യാത്ര. സത്യക്രിസ്ത്യാനികൾ എന്ന നിലയ്ക്ക് നമ്മൾ പിൽഗ്രിംസാണ്, നമ്മൾ തീർത്ഥാടകരാണ്. വി നീഡ് ടു ഡു അവർ പിൽഗ്രിമേജ് ബൈ കീപ്പിംഗ് ഓൾവേസ് ഓൾ ദ വെർച്യൂസ് ഇൻ അവർ ലൈഫ്. എല്ലാ നന്മകളും നമ്മളോടൊപ്പം ചേർത്ത് പിടിച്ച് നമ്മൾ തീർത്ഥാടകരായി മുന്നോട്ട് പോവുക. അതാണ് ക്രൂശ് നമ്മെ പഠിപ്പിക്കുന്നത്. ആരാണ് കർത്താവിനെ കൊന്നത്? ഇതൊരു ചോദ്യമാണ്. ആരാണ് കർത്താവിനെ കൊന്നത്? രണ്ടാമതൊരു ചോദ്യം കൂടിയുണ്ട്, ഇപ്പോഴും കർത്താവ് കൊല്ലപ്പെടുന്നുണ്ടോ? Who killed our Lord Jesus Christ? Whether he is killed even now? ഈ ഒരു ചോദ്യം നമ്മൾ ഉന്നയിക്കുന്ന നല്ലതാണ്. യേശു തമ്പുരാനെ കൊന്നതാര്? യേശു തമ്പുരാൻ ഇപ്പോഴും വധിക്കപ്പെടുന്നുണ്ടോ എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇവിടെ കാണുന്ന ഒരൊറ്റ ഉത്തരം, ദ യൂണിറ്റി ഓഫ് എനിമീസ് ഹു ഒപ്പോസ് ടു ഈച്ച് അതർ കിൽഡ് ദ റിയൽ വിർച്യൂ, ദ റിയൽ ഗുഡ്നസ്, അവർ ലോർഡ്. പരസ്പരം കണ്ടുകൂടാത്ത ശത്രുക്കൾ ഒരുമിച്ച് കൂടി അവർ ഒരു വലിയ നന്മയെ കൊല്ലാൻ വേണ്ടി അങ്ങ് ചേർത്തു. അതാണ് നാം കാണുന്ന കാഴ്ച. ദ യൂണിറ്റി ഓഫ് ഓൾ എനിമീസ്, they came together, they became united in order to kill our Lord Jesus Christ. യേശു തമ്പുരാനെ കൊല്ലുവാൻ അവരങ്ങ് ചേർന്നു. നമ്മുടെ പള്ളിയിലും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ കാണാറുണ്ട്. എവിടെ? ബ്രിസ്ബൻ പള്ളിയിലല്ല, നമ്മൾ സാധാരണ പള്ളികളിലൊക്കെ കാണുന്നുണ്ട്.
ചിലരൊക്കെ ചില സമയത്ത് പരസ്പരം കണ്ടുകൂടാത്തവരാണ്. പക്ഷേ ചില വിഷയങ്ങൾ വരുമ്പം ഈ കണ്ടുകൂടാത്തവർ രണ്ടും കൂടെ അങ്ങ് ചേർന്നിട്ട് മൂന്നാമതൊരു വിഷയത്തെ കയറി അങ്ങ് കൈകാര്യം ചെയ്യും. ഇവിടെ ഇല്ല കേട്ടോ. ഇവിടെ ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതൊക്കെ പറയുന്നത്. എൻ്റെ നാട്ടിലാണ് കുണ്ടറയിലെ കഥയാണ് ഞാനീ പറഞ്ഞത്. വഴക്കില്ലല്ലോ. മൂന്നാമതൊന്നിനെ കൈകാര്യം ചെയ്യാൻ കയറും. അതുതന്നെയാണ് ഇവിടെ കർത്താവിന് സംഭവിച്ചത്. യേശു തമ്പുരാൻ ക്രൂശിക്കപ്പെട്ടതിൻ്റെ പിന്നിൽ പരസ്പരം വൈരികളായിരുന്ന ആളുകളുടെ സമന്വയം. അതാണ് പരസ്പരം വൈരികൾ സമന്വയിക്കണം, അത് വേറെ കാര്യം. പക്ഷേ കർത്താവിനെ കൊല്ലാൻ വേണ്ടി സമന്വയിക്കരുത്, അവിടെയാണ് പ്രശ്നം. കർത്താവിനെ കൊല്ലാൻ വേണ്ടി സമന്വയിച്ചു കഴിഞ്ഞാൽ അത് വലിയ വിഷയമായി മാറുമെന്നതാണ് യാഥാർത്ഥ്യം. നന്മ തകർന്നു പോകും. പരീശന്മാരും സാധുക്യരും, ദ ഫാരസീസ് ആൻഡ് സാധുസീസ്, അവർക്ക് പരസ്പരം കണ്ടുകൂടാത്ത രണ്ട് വർഗ്ഗങ്ങളാണ് യഹൂദന്മാരുടെ. രണ്ടിനും കണ്ണെടുത്താൽ കണ്ടുകൂടാ. അവരുടെ തിയോളജി തന്നെ വ്യത്യാസമാണ്. ഒരു കൂട്ടർ റിസറക്ഷൻ ഓഫ് ദ ഡെഡിൽ വിശ്വസിക്കും, മറ്റേ കൂട്ടർ ഇല്ല. ഒരു കൂട്ടർ ഉള്ളിടത്തും മറ്റേ കൂട്ടർ പോവുകയല്ല. ഇങ്ങനെയാണ് നമ്മൾ ഈ ക്രിസ്ത്യാനിയുടെ ഇടയിൽ നമ്മൾ നമ്മുടെ സഹോദരങ്ങളും പോലെയാണ്. അങ്ങനെയായിപ്പം അവർ പരീശന്മാർ സാധുക്കരും തിയോളജിയിലൊന്നും വലിയ വ്യത്യാസമില്ല. നമ്മൾ ഏകദേശം അതുപോലെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയല്ല, കാണുകയല്ല. ഈ പാർട്ടി ഉള്ളിടത്ത് ഞങ്ങളില്ല, ഉണ്ടെങ്കിൽ വലിച്ചുകൊണ്ട് പൊക്കളയും. അങ്ങനെയൊക്കെയുള്ള പരീശന്മാരും സാധുക്യരും ധാരാളം ഉള്ളവർ ഒരുമിച്ച് അങ്ങോട്ട് ചേർന്നപ്പോൾ എന്തോ സംഭവിച്ചു കഴിഞ്ഞാൽ കർത്താവ് കൊല്ലപ്പെട്ടു. അവർ ക്രിസ്തുവിനെ പൊതുശത്രുവാക്കി മാറ്റി. ഇപ്പം നമ്മൾ നമ്മുടെ സഹോദരങ്ങളോടെ ക്രിസ്തുവിനെ എന്തോ ചെയ്തിരിക്കുകയാണ്? പൊതുശത്രുവാക്കിയിരിക്കുകയാണ്. യേശു ക്രിസ്തുവിനെ പൊതുശത്രുവാക്കി മാറ്റിയിരിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞ് അന്യോന്യം പടപൊരുന്ന രണ്ട് വർഗമായി നാം മാറി എന്ന് പലരും നമ്മെക്കുറിച്ച് പറയാറുണ്ട്. അത് വേറൊരു വിഷയമാണ്. എങ്കിൽ പോലും ഒരു യാഥാർത്ഥ്യം അതിൻ്റെ ഉള്ളിലുണ്ട് എന്നത് ഞാൻ ഈ സമയത്ത് പ്രത്യേകം ഒരു കൺഫെഷനോട് കൂടിയാണ് പറയുന്നത്. തിന്മയെ തോൽപ്പിക്കാനായിട്ട് പറ്റാത്തതായ ഒരവസ്ഥയിലേക്ക് നാം വരുന്നു എന്ന ഒരു യാഥാർത്ഥ്യം. മത നേതാക്കളും രാഷ്ട്രീയ നേതാക്കന്മാരും ഇത് രണ്ടിനെയും കണ്ടുകൂടാ. പീലാത്തോസും ഖന്നായും ഹയ്യാപ്പാവും ഇതിനെയൊക്കെ ഇത് പരസ്പരം കണ്ടാൽ കടിച്ചു കീറുന്ന ആളുകളാണ്. മത നേതാക്കന്മാരാണ്, പുരോഹിതനാണ്, രാഷ്ട്രീയക്കാരാണ്. LDFും UDFും BJPയും പിന്നെ ഓർത്തഡോക്സ് സഭയും കത്തോലിക്ക സഭയും യാക്കോബായ സഭയും മാർത്തോമ സഭയും CSI സഭയും പെന്തക്കോസ്ത് സഭയും എല്ലാവരും കൂടെ ചേരുവാണ്. എന്തിനാ? കർത്താവിനെ കൊല്ലാൻ. യേശു തമ്പുരാനെ കൊല്ലുകയാണ്. രാജാക്കന്മാരും പുരോഹിതന്മാരും അവരോട് ചേർന്ന് നിൽക്കുന്ന ആളുകളും യേശുവിനെ കൊല്ലുവാനായിട്ട് അടുക്കുന്ന കാഴ്ച. ഹെരോദസ്, പീലാത്തോസ്, ഇവിടെ എഴുതി ഇന്ന് നമ്മൾ വായിച്ച വേദവാക്യത്തിൽ പറഞ്ഞു രണ്ടും പരസ്പരം ശത്രുക്കളായിരുന്നു, കണ്ടാൽ മിണ്ടത്തിലായിരുന്നു. പക്ഷേ ഇന്ന് അവരങ്ങ് ഭയങ്കര കൂട്ടുകാരായിരുന്നു. ദ തിക് എനിമീസ് ബിക്കെയിം ദ തിക് ഫ്രണ്ട്സ് എന്നാ. കർത്താവിനെ അങ്ങനെങ്കിലും ഒന്ന് യോജിച്ചല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം. അവരൊരുമിച്ച് കൂടുകയാണ് യേശു തമ്പുരാനെ കൊല്ലുവാനായിട്ട്. രാഷ്ട്ര നേതാക്കളുടെ അഹങ്കാരം, ദ ആരഗൻസ്, പീലാത്തോസിൻ്റെ ഭീരുത്വം, പേടി, ഇതെല്ലാം കൂടെ കർത്താവിനെ ഒരുമിച്ച് അങ്ങ് ആക്രമിക്കുകയാണ്. യേശു തമ്പുരാനെ ഒരുമിച്ച് അറ്റാക്ക് ചെയ്യാണ്, നല്ലതുപോലെ അറ്റാക്ക് ചെയ്യാണ്. ദ ബ്ലൈൻഡ് ഇമിറ്റേഷൻ ഓഫ് ദ പീപ്പിൾ, ക്രൗഡ്. കുറച്ച് പേരുണ്ട്, അത് നമ്മുടെ നാട്ടിലുണ്ട്. LDF പറഞ്ഞാൽ LDFന് വേണ്ടി ഇപ്പം ഈ പെയ്ഡ് പരിപാടിയാണ്. ജാഥയ്ക്ക് പോകണമെങ്കിൽ അങ്ങനല്ലേ ആശിഷേ? പെയ്ഡ് പരിപാടിയാണ്. അത് LDFന് വേണ്ടി പോവും, UDFന് വേണ്ടിയും പോവും, BJPക്ക് വേണ്ടിയും പോവും. പിന്നെ നമ്മുടെ പള്ളികളിലെ ഡെമോൺസ്ട്രേഷന് വേണ്ടി ഇന്നാൾ ആരാണ്ട് പറയുന്നതായിട്ട് ഒരു പ്രധാന സഭയിലെ റാലിക്ക് ബംഗാളികളെ വിളിച്ച് കൊടി പിടിപ്പിച്ചിരിക്കുന്നെന്ന്. എന്തായാലും നമ്മുടെ സഭയിൽ ഇതുവരെ അത് കണ്ടിട്ടില്ല. പെയ്ഡാണ്, പെയ്ഡ് പരിപാടികളാണ്. പെയ്ഡ് സോഷ്യൽ മീഡിയ, പെയ്ഡ് ന്യൂസ്, ഇതൊക്കെ പെയ്ഡാണ്. ഇഷ്ടംപോലെ പെയ്ഡ് ന്യൂസ് കൊണ്ട് സത്യത്തെ തമസ്കരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്.
സത്യത്തെ ഇല്ലാതാക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നത്. എല്ലാം പെയ്ഡാണ്. എല്ലാവരെ കൊണ്ടും അസത്യത്തെ സത്യമാക്കി മാറ്റും. ചില സമയത്ത് ഈ അസത്യത്തെ സത്യമാക്കുന്നവർ അറിയാതെ പറഞ്ഞു പോവും ചില സത്യങ്ങൾ. അങ്ങനെ സംഭവിക്കാറുണ്ട്. അറിയാതെ പറയുന്ന ചില സത്യങ്ങളുണ്ട്. ഇവിടെ കർത്താവിൻ്റെ ക്രൂശീകരണത്തിലും സംഭവിച്ചത് അതുതന്നെയാണ്. അതുകൊണ്ടാണ് ഹോശാന 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 എന്ന് 2-3 ദിവസം മുമ്പ് വിളിച്ച ആളുകൾ വെള്ളിയാഴ്ച ആയപ്പോൾ ക്രൂസിഫൈ ഹിം ക്രൂസിഫൈ ഹിം ക്രൂസിഫൈ ഹിം എന്ന് ഉറക്കെ ആവർത്തിച്ചത്. ഞങ്ങൾക്ക് ക്രിസ്തുവിന് വേണ്ട, ബറബാസിനെ മതി. യേശു ക്രിസ്തുവിന് വേണ്ട, ബറബാസിനെ മതി എന്ന് പറയുന്ന ആളുകളുടെ എണ്ണം കൂടുകയാണ്. സുരക്ഷിതത്വം തേടുകയാണ് ആളുകൾ. തെറ്റിൻ്റെ കൂടെ ചേർന്ന് സുരക്ഷിതത്വം തേടുകയാണ്. നമ്പർ കൂട്ടി സത്യത്തെ അസത്യത്തെ സത്യമാക്കുന്ന ചില പ്രവണതകൾ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിക്കുന്നു. ഇതൊക്കെ നാം കാണുന്ന ചില കാഴ്ചകളാണ്. ഇതെല്ലാം കർത്താവിനെ കൊന്ന ചില വിഷയങ്ങളുമാണ്. ഞാൻ അതിന് ദീർഘിപ്പിക്കുന്നില്ല. ഇതിനകത്ത് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം ദ ഇൻഡിഫറൻസ് ഓഫ് ദി അപ്പോസിൽസ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അതാണ് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാക്കുന്നത്. നമ്മളെല്ലാവരും പിന്നെ പരീശനെയും സാധൂക്യനെയും ഹേരോദാവിനെയും കയ്യാപ്പയും ഹന്നായും ഒക്കെ പറയും. പക്ഷേ കഥ അവിടെ അല്ല നിൽക്കുന്നത്. കഥ നിൽക്കുന്നത് അപ്പോസ്തലന്മാരുടെ നിസ്സംഗതയിലാണ്. ദ വെരി ഇൻഡിഫറൻസ് ഓഫ് ദി അപ്പോസിൽസ് ഓഫ് അവർ ജീസസ്. ഒരെണ്ണം കൂടെ ഇല്ലാതെ പോയി. 12 എണ്ണം കൂടെ ഉണ്ടായിരുന്നു, ഒരെണ്ണം പോലും കൂടെ ഇല്ലാതെ പോയി. ഒരാൾ എന്ത് ചെയ്തു? ബിട്രൈഡ് ഹിം. അത് വലിയ കുറ്റം. ഒരാൾ ബിട്രൈഡ് ഹിം. ആരാണത്? ജൂഡ. ജൂഡ ബിട്രൈഡ് ഹിം. അതെങ്ങനെയാ ബിട്രൈഡ് ചെയ്തേ? ഓടി അടുത്ത് വന്ന് മുഖത്തൊരു ഉമ്മ കൊടുത്ത്. ഉമ്മയൊക്കെ കിട്ടുമ്പോൾ സൂക്ഷിച്ചോണം കേട്ടോ. ഏതർത്ഥത്തിലാണ് ഈ തരുന്നതെന്നൊക്കെ ഓർത്തോണം. എവിടുന്ന് കിട്ടിയാലും സൂക്ഷിച്ചോണം. കാരണം അതൊരു ബിട്രയലാണോ അതോ നന്മയാണോ എന്ന് പരിശോധിക്കാനുള്ള സമയം കൂടിയാണിത്. ജൂഡ് ബിട്രൈഡ് ഹിം. ഏറ്റവും വലിയ പാവം. അവൻ പ്രോപ്പറായി അനുദപിച്ചില്ല. വാട്ട് ഹാപ്പൻഡ്? തൂങ്ങി മരിച്ചു. അതോടുകൂടി തീർന്നു. അടുത്ത ആൾ അതിനേക്കാൾ കഷ്ടം. സെന്റ് പീറ്റർ ഡിനൈഡ് ഹിം. എത്ര പ്രാവശ്യമാണ്? 3 പ്രാവശ്യം. കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം തള്ളിപ്പറയെന്ന് പറഞ്ഞ് ഒട്ടും കൂസാതെ പീറ്റർ ഇച്ചിരി ദൂരെ മാറി നിന്ന് കർത്താവിനെ കാണാവന്. കർത്താവിനെ കണ്ടോണ്ട് തന്നെ ഡിനൈ ചെയ്യാണ്. എന്തോ ഒരു കഷ്ടമാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. നാം ആലോചിക്കേണ്ട വിഷയമാണ്. ഒരാൾ 12 എണ്ണത്തിൽ ഒരെണ്ണം ബിട്രേ ചെയ്തു, അടുത്ത ആൾ ഡിനൈ ചെയ്തു. പിന്നെ ഇന്നിവിടെ 6-ാം മണി നമസ്കാരത്തിൽ നമ്മുടെ കൊച്ചാബേൽ വായിച്ച സദറാ പ്രാർത്ഥനയ്ക്കകത്ത് വളരെ ഭംഗിയായിട്ടൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. പത്രോസേ നീ എങ്ങോട്ട് പോകുന്നു? ബർത്തൽമായിയേ നീ എന്തിന് കരയുന്നു? തോമായേ, നമ്മുടെ ആളുമുണ്ട്, തോമായേ വിളിക്കുകയാണ്. എല്ലാവരെയും വിളിക്കുക. ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് വിളിക്കുക. ഇപ്പോഴ് നമുക്ക് തോമായെയും പത്രോസിനെയൊക്കെ വിടാം. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും നമ്മുടെ പേര് പറഞ്ഞേ. നീ ഇപ്പം എവിടെയാ? കർത്താവിൻ്റെ അടുത്താണോ ദൂരെയാണോ? Whether we keep this indifference in our life, when Christ will be sacrificed, Christ will be crucified. നാം ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. നാം നമ്മുടെ കർത്താവിനെ തള്ളിപ്പറയുന്നവരാണോ? നമ്മൾ കർത്താവിൻ്റെ പിന്നിൽ നിന്ന് ഓടിയെടുക്കുന്നതാണോ? ആരാണ് നല്ല സുഹൃത്ത്? ഹു ഈസ് ദ ബെസ്റ്റ് ഫ്രണ്ട്? ആരാണ് നല്ല സുഹൃത്ത്? ഹു ഈസ് ദ ബെസ്റ്റ് ബ്രദർ? ഹു ഈസ് ദ ബെസ്റ്റ് സിസ്റ്റർ? ആരാണ്? നമ്മൾ സാറിന് പറയാറുണ്ട്, എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. പറയാറില്ലേ? ഉണ്ടോ ഇല്ലയോ? ആവശ്യമുള്ളപ്പോൾ അടുത്ത് വരുന്ന ആളാണ് യഥാർത്ഥ സഹോദരൻ, യഥാർത്ഥ കൂട്ടുകാരൻ. കർത്താവിൻ്റെ കാര്യത്തിൽ ഒരാൾ പോലുമില്ല. പിന്നെ എൻ്റെ പേരുകാരൻ മാത്രം ഇച്ചിരി ദൂരെ പതുങ്ങിയൊക്കെ ഇങ്ങനെ കുരിശിൻ്റെ അടുത്ത് വരെയൊക്കെ വന്നിങ്ങനെ നിന്നു. അതാരാ? എൻ്റെ പേരുകാരെന്ന് പറഞ്ഞാൽ മനസ്സിലായി കാണും. സെൻറ്റ് ജോൺ.
അതുകൊണ്ടാണ് കർത്താവ് ക്രൂശിൽ കടന്നുകൊണ്ട് താഴോട്ട് നോക്കിയപ്പോൾ ഒരാൾ നിൽക്കുന്നത് കണ്ടത്. ജോണിനെ കണ്ടു. ബാക്കി ആരെയും കണ്ടതായിട്ട് രേഖപ്പെടുത്തുന്നില്ല. ജോണിനെ കണ്ടു. ബിഹോൾഡ് യുവർ മദർ ഈസ് ഹിയർ. അമ്മയെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് വേണ്ട പോവാൻ. മരിക്കുന്നതിന് മുമ്പ് അമ്മയെ ആരെങ്കിലും ഏൽപ്പിക്കണമല്ലോ. ചുറ്റുപാടിലും കർത്താവ് കുരിശിൽ കടന്നുകൊണ്ട് നോക്കി, ആരെയും കാണുന്നില്ല. 12 എണ്ണത്തിൽ ഒരെണ്ണത്തിനെയും കാണുന്നില്ല. അവസാനം ഒരാൾ മാത്രം ഇങ്ങനെ ഒളിച്ചു നിൽക്കുന്നു. ക്രൂശിൽ കടന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ജോൺ, ബിഹോൾഡ് യുവർ മദർ. അമ്മയോടും പറഞ്ഞു. ആ അമ്മ ഇങ്ങനെ കൂടെ നിൽക്കും. എന്തൊരമ്മയാത്. ഇവിടെ ഇരിക്കുന്ന അമ്മമാരെ ശ്രദ്ധിച്ചോണം. മകൻ്റെ ഓരോ അവസ്ഥയിലും കൂടെ നിൽക്കുക. ആ അമ്മയ്ക്ക് ഓടാൻ പറ്റുന്നില്ല. ആ അമ്മ ഓടുന്നില്ല. അമ്മ ഓടി മാറുന്നില്ല. അമ്മ ഇങ്ങനെ മകനെ എങ്ങനെ അടുത്ത് നിർത്താമോ അതാണ്. വേദന മുഴുവൻ നിന്റെ ഹൃദയത്തിലുള്ള ഒരു വാള് കടക്കുമെന്ന് ഒരാൾ പറഞ്ഞായിരുന്നല്ലോ, വൃദ്ധനായ ശീമോൻ. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാള് കടക്കുമെന്ന് വൃദ്ധനായ ശീമോൻ പറഞ്ഞെങ്കിൽ അത് അതുപോലെ പാലിക്കപ്പെട്ട ഒരു അമ്മയാണ് പരിശുദ്ധ കന്യാമറിയാം അമ്മ. ആ അമ്മയെ നോക്കിക്കൊണ്ട് ബിഹോൾഡ് യുവർ സൺ, പരസ്പരം ഏൽപ്പിക്കുക. കർത്താവ് ക്രൂശിൽ കടന്നുകൊണ്ട് തൻ്റെ ദൗത്യങ്ങളൊക്കെ നിർവഹിച്ചിട്ടാണ് പോകുന്നത് എന്നുള്ളത് ഞാൻ സ്നേഹപൂർവ്വം പറയട്ടെ. ഞാൻ എൻ്റെ വാക്കുകളോട് ഉപസംഹരിക്കുകയാണ്. യേശുതമ്പുരാൻ്റെ ക്രൂശീകരണത്തിൻ്റെ പെരുന്നാളാണ് നാം ഇവിടെ ആചരിക്കുന്നതും ആഘോഷിക്കുന്നതും. നമ്മെ സംബന്ധിച്ച് ഇത് വലിയൊരു പെരുന്നാളാണ്. ഈ വലിയ പെരുന്നാളിൽ നാം ചില തീരുമാനങ്ങൾ എടുക്കണം. 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഞാൻ രക്ഷയ്ക്ക് തടസ്സമാണോ? ചോദ്യമായിട്ടേക്ക്. എല്ലാവരുടെ ഹൃദയത്തിലൊന്ന് വെച്ചേക്കണം. അത് ഇന്നത്തേക്ക് മാത്രമല്ല, എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോഴും അല്ലെങ്കിൽ വൈകിട്ട് കിടക്കാൻ പോകുമ്പോഴും ഞാൻ ഇന്ന് ആരുടെയെങ്കിലും രക്ഷയ്ക്ക് തടസ്സമായോ ചോദിക്കുന്നതല്ല, വെറുതെ ഒരു ചോദ്യം. ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു ലീഡ് എ വെരി ട്രൂ ക്രിസ്ത്യൻ ലൈഫ്. ആ ചോദ്യം നിങ്ങൾ ഉന്നയിച്ചാൽ മതി. വെദർ ഐ ബിക്കം ആൻ ഒബ്സ്റ്റക്കിൾ ടു ദ സാൽവേഷൻ ഓഫ് അതേഴ്സ് എന്നുള്ളൊരു ചോദ്യം ഇങ്ങനെ ഇട്ടിരിക്കണം. കുഞ്ഞുങ്ങൾ പോലും ആ ചോദ്യം ഞാൻ ചോദിക്കണം, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണം. എൻ്റെ മമ്മിക്കും പപ്പായ്ക്കും സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണോ ഞാൻ ചെയ്യുന്നത്? ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണം. അതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം കുഞ്ഞുങ്ങൾ. വലിയ ചോദ്യമാണ്. 2, ഞാൻ എൻ്റെ കർത്താവിനെ കൊല്ലുന്നോ? ഏതെങ്കിലും തരത്തിൽ, ഇപ്പോൾ പല കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഏതെങ്കിലും തരത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ കർത്താവിനെ കൊല്ലുന്നോ? ഈ ചോദ്യം ഉന്നയിക്കണം. പ്രിയമുള്ളവരെ, ശ്ലീബ വന്ദനവിൻ്റെ ശുശ്രൂഷയാണ് ഇവിടെ നിർവഹിക്കാനായിട്ട് പോകുന്നത്. സാധാരണഗതിയിൽ നാം ഇതിന് ശ്ലീബ ആരാധന എന്നാണ് പറയുന്നത്. വർഷിപ്പ് ഓഫ് ദ ക്രോസ്. നോർമലി വി ഡോണ്ട് സേ ലൈക്ക് ദാറ്റ്, ബട്ട് ടുഡേ വി സേ വി വർഷിപ്പ് ദ ക്രോസ്. വൈ? ബിക്കോസ് ക്രൈസ്റ്റ് ഈസ് ദയർ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു അവിടെ ഉണ്ട്. വി ആർ നോട്ട് സിംപ്ലി വർഷിപ്പിംഗ് ദ വുഡ്, വി ആർ വർഷിപ്പിംഗ് the Christ who is on the cross. Christ without cross and cross without Christ അല്ല ഇന്നുള്ളത്. ക്രൈസ്റ്റ് വിത്ത് ക്രോസ്, ക്രോസ് വിത്ത് ക്രൈസ്റ്റ്. അതുകൊണ്ടാണ് നാം ആരാധന എന്ന അഡോറേഷൻ ഈസ് ഓൺലി ടു ഗാഡ്. ഒരു വെറും വുഡാണെങ്കിൽ നാം അങ്ങനെ പറയുകയില്ല. ഇന്ന് ദുഃഖവെള്ളിയാഴ്ച അനുഭവത്തിൽ വി അഡോർ ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ്. We venerate the cross of Christ. Why? Because our Lord is there on the cross. ഞാൻ ഇന്നലെയാണോ അതോ മെനഞ്ഞാന്നാണോ നിങ്ങളോട് പറഞ്ഞത് എനിക്കറിയത്തില്ല. കർത്താവ് കടന്ന 2 സ്ഥലങ്ങളുണ്ട്. ഒന്ന് ദ വൂംബ് ഓഫ് മേരി ഫോർ ദ സാൽവേഷൻ ഓഫ് ദ ഹോൾ വേൾഡ്. 2 ദ ക്രോസ് അറ്റ് കാൽവറി ഫോർ ദ സാൽവേഷൻ ഓഫ് ദ ഹോൾ വേൾഡ്. അപ്പുറത്തും ഇപ്പുറത്തും 2 കുരിശുകളൂടെ ഉണ്ട് കേട്ടോ. അതുകൂടെ നോക്കുവാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ എൽദോ കുമാരനും വെരറ്റ് കുമാരനും കൂടെ നടത്തിയ പാട്ട്, ആ 2 കുരിശുകളുടെ പാട്ടാണ്. 2 കള്ളന്മാരാണ്. 2 കള്ളന്മാരായി അവർ അഭിനയിച്ചതാണ്, അവർ ആക്ട് ചെയ്തതാണ്. നിങ്ങൾ കേട്ട് കാണുമെന്ന വിചാരം. എല്ലാവരോടും ഇരുന്ന് ധ്യാനിക്കാണ് ഞാൻ പറഞ്ഞത്. 2 പേരും നടത്തിയ സംഭാഷണത്തിനകത്ത് ഒരു കാര്യം മനസ്സിലായി. ഒരാൾ അനുതപിച്ചു, മറ്റേയാൾ അവസാന സമയം പോലും അനുതപിച്ചില്ല. One person repented at the end
And the other one, he did not repented even at the end. അവസാനത്തിൽ പോലും അനുഭവിച്ചില്ല. എത്ര കിട്ടിയാലും പഠിക്കാത്ത ചില ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ കാണും. എത്ര കിട്ടിയാലും പഠിക്കുകയല്ല. ഒരാൾ പഠിച്ചു, മറ്റേ ആൾ പഠിച്ചില്ല. അവിടെ നമ്മൾ ചിന്തിക്കണം, ഞാൻ പഠിക്കണോ പഠിക്കണ്ടായോ? അത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഈ തിരുമേനി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇത് ഇന്നത്തെ വിഷയമാണ്. എത്ര കിട്ടിയാലും പഠിക്കുകയില്ലാത്ത ആളുകളാകരുത്. വല്ലപ്പോഴുമൊക്കെ നമ്മുടെ മുമ്പാകെ വരുന്ന ചില കാര്യങ്ങൾ ചില സൂചനകളായി നാം കാണണം. ഇവിടെ റൈറ്റ് തീഫ് എന്നൊക്കെ പറയുന്നു. റൈറ്റാണോ ലെഫ്റ്റാണെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. നമ്മളാണതിനെ റൈറ്റും ലെഫ്റ്റും ഒക്കെ ആക്കി മാറ്റിയത്. നമ്മുടെ പാരമ്പര്യപ്രകാരം ആക്കിയതാണ്. വേദപുസ്തകത്തിൽ ഒരു കള്ളനെന്നേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എപ്പോഴും റൈറ്റിനൊരു പ്രാധാന്യം ഉള്ളതുകൊണ്ട് നാം റൈറ്റിനെ അങ്ങ് നല്ലതാക്കി, അത്രേ ഉള്ളൂ. അത് പോട്ട് സാരമില്ല. നമ്മുടെ വിഷയം വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ ലെഫ്റ്റ്, രണ്ടു വശം നിൽക്കുന്നവർ നല്ലതാണ്. ഇവിടെ നിൽക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ വി ഷുഡ് ബി ലൈക്ക് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. രണ്ടുപേരും ആകണ്ടെന്ന് എൻ്റെ അഭിപ്രായം. കാരണം ഈ രണ്ടുപേരും ആയാൽ ചിലപ്പം ഈ റൈറ്റ് ഹാൻഡിൻ്റെ കാര്യം ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ, പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കും. എന്തിനാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? പട്ടാങ്ങപ്പെട്ട ദൈവം തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് തുടങ്ങുന്നൊരു പ്രാർത്ഥനയുണ്ട്. ഇപ്പോഴതൊക്കെ ചൊല്ലാറില്ല. പിന്നെ നമ്മുടെ പഴയ അമ്മമാരും അമ്മച്ചിമാരൊക്കെ ചൊല്ലുന്നതാണ്. അതിനകത്ത് പല കാര്യങ്ങളും ഇങ്ങനെ പറയുന്നുണ്ട്. തിന്മയൊക്കെയിൽ നിന്നും, ദോഷങ്ങളൊക്കെയിൽ നിന്നും, വേശ്യാദോഷ ചിന്തയിൽ നിന്നും, ശത്രുക്കളൊക്കെയിൽ നിന്നും, ചതുരുടെ സ്നേഹക്കാരിൽ നിന്നും, പിശാചുക്കളിൽ നിന്നും, കൊലയിൽ നിന്നും, പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും, ചാകാത്ത പുഴുവിൽ നിന്നും ഇങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. ഈ പെട്ടെന്നുള്ള മരണത്തിൽ രക്ഷിക്കണമേ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാരണം മരണം വേണ്ടെന്നല്ല, മരണം ഉണ്ടാകും. പക്ഷേ പെട്ടെന്ന് മരിച്ചാൽ അനുദപിക്കാനുള്ള സമയം കിട്ടുകയില്ല. എല്ലാവർക്കും അല്ല, ചിലർക്കൊക്കെ കിട്ടും. അനുദപിക്കാൻ അല്പസമയം വേണം. അതുകൊണ്ടാണ് അനുദപിക്കാൻ സമയം വേണം. അതുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. എനിക്ക് അനുദപിക്കാനുള്ള സമയം തരണേന്നാണ്. അതെല്ലാവർക്കും ചിലപ്പോൾ കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ആകെ ആശ്രയിക്കാനുള്ള കുരിശ്, ദ ക്രോസ് അറ്റ് ദ സെൻറ്റർ ഓഫ് കാൽവറി, നടുക്കിരിക്കുന്ന കുരിശ്. അപ്പം നിങ്ങളുടെ ഇന്നത്തെ സ്ലീബാവന്ദനയും ആരാധനയൊക്കെ കർത്താവിനെ വന്ദിക്കുന്നതും കർത്താവിനെ ആരാധിക്കുന്നതും ആകണം. നമ്മുടെ തുടർ ജീവിതത്തിന് അതൊരു ഊർജ്ജമായി മാറണം. സർവേശ്വരൻ നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.